إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. സ്നേഹാദരരായിട്ടുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, 2025 വിട പറഞ്ഞുകൊണ്ട് 2026 പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലോകമൊന്നടങ്കം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു പുതിയ വർഷത്തെ ന്യൂ ഇയറിനെ വരവേൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് പല പേരിലായി, ഫൗണ്ടേഷൻ ഷോ ആയും ആനിമേഷൻ ഷോ ആയും ലൈറ്റ് ഷോ, ലേസർ ഷോ, DJ ഷോ, ഇങ്ങനെ തുടങ്ങി
പല പേരിൽ പല നാടുകളിൽ ലോകമൊട്ടാകെ ഈ ഒരു പുതിയ വർഷത്തെ വരവേൽക്കുകയുണ്ടായി. നമ്മുടെ കൊച്ചു കേരളത്തിലും എറണാകുളത്ത് കൊച്ചിയിൽ 2 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി ഇന്നലെ മിനിയാന്ന് 12 മണിക്ക് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ ഒരു ന്യൂ ഇയറിനെ ആഘോഷിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാത്രമല്ല, എല്ലാ സങ്കടത്തിൻ്റെ പ്രതീകമായ 2025 സകല സങ്കടങ്ങളുടെയും പ്രതീകമായ പാപ്പാഞ്ഞിയെ അതിൻ്റെ കോലം കത്തിച്ച് 2025 പറഞ്ഞയച്ച ആഘോഷം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയായിട്ട് ഇത്തരം ദിവസങ്ങൾ മാറുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് പുതിയ വർഷം പിറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് വളരെ കുറഞ്ഞ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു 365 ദിവസം അതുകൂടെ കഴിഞ്ഞിരിക്കുന്നു, അത് അവസാനിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു 12 മാസം നമ്മൾ നിശ്ചയിക്കപ്പെട്ട നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്നൊരു സത്യമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാം മറന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെയും നല്ല കാര്യങ്ങളെയും മറന്നുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാതിൽ മൗത്ത്, നമ്മുടെ സകല സുഖങ്ങളെയും ഇല്ലാതാക്കുന്ന, നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്, നമ്മുടെ ദുനിയാവിലെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണോ, നമ്മുടെ മക്കളാണോ, നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ അധികാരത്തിൻ്റെ കുപ്പായമാണോ നമ്മുടെ ദുനിയാവിലെ ഈ ജീവിതത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ സകലതും നശിക്കും കേട്ടോ, എല്ലാ സന്തോഷവും നശിക്കും കേട്ടോ. ആ മരണത്തെ എല്ലാതും ഇട്ടെറിഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ആ മരണത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ ഓരോ ന്യൂ ഇയറിലും സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു 12 മാസം കൂടി പടച്ച റബ്ബ് നമുക്ക് തന്ന ഒരു 12 മാസം, അതല്ലെങ്കിൽ ഒരു വർഷം, 365 ദിവസം കൂടി നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരാൾക്കും അറിയില്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ ഈ സമയത്ത്, അതല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യും, ഈ നിമിഷം കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ അസറിന് ഞാൻ എന്ത് ചെയ്യും എന്നുപോലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത, ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയുസ്സാണ്. അപ്പോൾ അല്ലാഹു സൂചിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചാണ്, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും, നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിനുള്ളിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ, നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ച് കാറ് വാങ്ങി, വീട് വാങ്ങി, ജോലിയിൽ നിന്ന് റിട്ടയർഡായി, എല്ലാം കഴിഞ്ഞ് പേരക്കുട്ടികളോടൊപ്പം വർഷങ്ങൾ ചെലവഴിച്ച് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് നമ്മുടെ റൂമിൽ, നമ്മുടെ കട്ടിലിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളും പേരമക്കളും ഒക്കെ ഇങ്ങനെ ചുറ്റിൽ വന്ന് നിന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് മരിക്കണമെന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹം. അത് വ്യാമോഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വ്യാമോഹമാണ്. ഏത് പ്രദേശത്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് നിങ്ങളെ റൂഹ് പിരിയുക എന്നല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിൻ്റെ അറിവ് നമുക്ക് നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
നമ്മളൊന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 2025 ജീവിച്ച പല ആളുകളും ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അവരിന്ന് അന്തി ഉറങ്ങുന്നത് 6 അടി മണ്ണിൻ്റെ ചുവട്ടിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പല ആളുകളും നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ കുടുംബത്തിലില്ല, നമ്മുടെ പള്ളിയിൽ ഉണ്ടായെന്ന് വരില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ ആഘോഷിച്ചല്ലോ, ഇന്നലെ മിനിയാന്ന് ന്യൂ ഇയറിനെ വരവേറ്റു. അപ്പം നമ്മൾ ഇന്ന് വീട്ടിൽ പോയിട്ട്, ഇന്നലെ ന്യൂ ഇയർ ആണല്ലോ, ജനുവരി 1 ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ പത്രം ഇങ്ങനെ മറച്ചു നോക്കുക, ബാക്കിൽ നിന്ന് ഇങ്ങനെ മറച്ചു നോക്കുക. അതിൽ ചരമ കോളുണ്ടാകും. ഇന്നലെ ന്യൂ ഇയർ ആണെന്ന് വിചാരിച്ചിട്ട് മരിക്കാതെ ആ കോളം അല്ലെങ്കിൽ ആ പേജ് കാലിയായി കിടക്കുന്നൊരവസ്ഥയാണോ? അല്ല. എല്ലാ ദിവസം മരിക്കുന്നത് പോലെ 1-ാം തീയതി നല്ലൊരു ദിവസമായിട്ട് എല്ലാ ദിവസവും ആളുകൾ മരിക്കുന്നത് പോലെ ഇന്നലെയും ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പെരുന്നാളാണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും അസ്രായീലിന്, മലക്കുൽ മൗത്തിന് അവധിയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ മരണങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്, ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പൂച്ചേങ്ങൽ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട 2 മരണങ്ങൾ, 2 അപകട മരണങ്ങൾ. യുവാക്കളായ, അവരുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 24 മറ്റേയാൾക്ക് 21. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നൊരു പ്രായം. വീടും കാറും കല്യാണവും ഇങ്ങനെ തുടങ്ങി, ഫാമിലി ഇങ്ങനെ തുടങ്ങി, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നൊരു പ്രായം. സിരകളിലൂടെ രക്തം, തിളച്ച രക്തമോടുന്ന ആ പ്രായത്തിൽ ഈ ദുനിയാവിനോട് വിട പറയേണ്ടി വന്ന നമ്മുടെ സഹോദരങ്ങൾ. നമ്മൾ മറന്നു പോകരുത്, ഈ ജീവിതമെന്ന് പറയുന്നത്, ഈ മരണമെന്ന് പറയുന്നത്, അത് എവിടെയും എങ്ങനെയും നമ്മൾ ആഗ്രഹിക്കാതെ, ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്തും സംഭവിക്കും എന്ന യാഥാർത്ഥ്യം ഇന്നേ ദിവസം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് ആഘോഷങ്ങൾ പാടില്ല എന്നല്ല, സന്തോഷങ്ങൾ പാടില്ല എന്നല്ല, ആസ്വാദനങ്ങൾ പറ്റൂല എന്നല്ല, പക്ഷേ ഈ ഒരു കാര്യം എപ്പോഴും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് നശ്വരമാണ്. ദുനിയാവ് ശാശ്വതമാണെങ്കിൽ, ദുനിയാവ് അവസാനിക്കൂലെങ്കിൽ നമുക്കും പങ്കെടുക്കാമായിരുന്നു, നമുക്കും ആഘോഷിക്കാമായിരുന്നു. പക്ഷേ ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് നശ്വരമാണ്, അവസാനിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ പരിചയപ്പെടുത്തുന്ന ഒരായത്ത്, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീന. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്, അതുപോലെ തന്നെ ആസ്വാദനമാണ്, കളി വിനോദങ്ങൾ മാത്രമാണ്. അതൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അതിലേറെ ഉഷാറായിട്ട് വരും. 2026 ന്യൂ ഇയർ നമ്മൾ വളരെ ഗംഭീരമായിട്ട് ആസ്വദിച്ചെങ്കിൽ 2027 അതിലേറെ ഉഷാറായിരിക്കും. 2025 തെരഞ്ഞെടുപ്പ് നമ്മൾ ഗംഭീരാക്കിയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അതിലേറെ ഉഷാറായിരിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പരസ്പരം കുറ്റം പറയലും, അതുപോലെ തന്നെ പെരുമ നടിക്കലും, എൻ്റെ മക്കളെ കൊണ്ട് അതല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ട് പരസ്പരം പെരുമ നടിക്കലും മാത്രമാണ് ഈ ദുനിയാവ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്താൻ. എന്നിട്ട് ആ ആയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പറയാണ്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കമസലി ഗൈസ്, അത് മഴ പെയ്യുന്ന പോലെയാ, മഴ പെയ്യുന്ന പോലെയാ. എന്താ പ്രത്യേകത? അഅജബൽ കുഫാറു നബാതഹു. നമ്മുടെ ഭൂമി നമുക്കറിയാം, വേനലിൽ മഴ വെയിൽ കൊണ്ട് ഉറച്ച് പാറ പോലെ നിൽക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യാൻ. ആ മഴ പെയ്യുമ്പോൾ ആ ഭൂമി കുതിർന്ന് തണുത്ത് ആ ഭൂമിക്കുള്ളിൽ നിന്ന് ഭൂമിയെ വിണ്ടുകീറിയിട്ട് പുൽനാമ്പുകളും അതുപോലെ തന്നെ ചെടികളും മുളച്ചു പൊന്താൻ. അതുപോലെയാണ് ദുനിയാവ്. എന്നിട്ടോ സുമ്മ യഹീജ്, അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സുന്ദരമായ ചെടിയുടെ ആ പുല്ലിൻ്റെ സുന്ദരമായ കാലം അതിങ്ങനെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ അവസാന സമയമാകുമ്പോൾ സുമ്മ യഹീജ്,
അത് ക്ഷീണിതനാകുന്നു, അതിന് വയസ്സാകുന്നു, പ്രായാകുന്നു. എന്നിട്ടോ ഫതറാഹു മുസ്ഫറ, കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് ഒരു മഞ്ഞ കളറായിട്ട് മാറുന്നൊരവസ്ഥ. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, റോഡിലൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരവസ്ഥയിലാണ് ഇന്ന് പുല്ലും ചെടികളൊക്കെ. അതിന് സുന്ദരമായൊരു കാലത്തിന് ശേഷം അതിങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മഞ്ഞ കളറായിട്ട് അതിൻ്റെ അവസാന നാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുക? സുമ്മ യകൂനു ഹുതാമ, ഒരു 2 മാസം കൂടെ വെയിലറച്ചാൽ, 2 മാസം കൂടെ മഴ പെയ്യാതിരുന്നാൽ അത് തുരുമ്പായിട്ട്, അടുത്ത വർഷത്തിൽ അടുത്ത മഴക്കാലത്ത് പെയ്യുന്ന ഒന്നാമത്തെ മഴയിൽ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ മുകളിൽ എങ്ങോട്ടെന്നില്ലാത്ത യാത്ര ചെയ്യുന്ന ചണ്ടികളായിട്ട് ആ പുൽനാമ്പുകൾ മാറുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകൾ, മരിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ദുനിയാവ് എന്ന് പറയുന്നത് നശ്വരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫിറഔൻ അധികാരം, അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകി അനുഗ്രഹിച്ച ഒരു ഭരണാധികാരി. അധികാരത്തിൻ്റെ കസേലയിലിരുന്നപ്പോൾ ജനങ്ങളെ പുച്ഛമായി. എന്നിട്ട് ഞാനാണ് ദൈവം, മഴ പെയ്യിക്കുന്നത് ഞാനാ, നിങ്ങളെ ഉണ്ടാക്കുന്നത്, നിങ്ങളെ പടക്കുന്നത്, നിങ്ങൾക്ക് സന്തോഷവും സങ്കടമൊക്കെ നൽകുന്നത് ഞാനാ, സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നത് അത് ഞാനാ എന്ന് പറയുമാറ് തൻ്റെ അധികാരത്തിൽ അഹങ്കാരം കാണിച്ച ആ ഫിർഔന് ദുനിയാവ് ഒരു സെക്കൻഡ് പോലും തൻ്റെ അധികാരം കൊണ്ട് നീട്ടിക്കിട്ടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. മഹാനായ നമ്രൂദ്, സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട്, സ്വർണം കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിച്ചിരുന്ന നമ്രൂദ്, ആ നമ്രൂദിന് ഒരു സെക്കൻഡ് പോലും ആ സമ്പത്ത്, ആ ദുനിയാവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം. മദീനയും മക്കയും മുഹാജിറുകളും അൻസാരിങ്ങളും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്ത, റസൂലിൻ്റെ മരണവാർത്ത. ഒരിക്കലും കളവ് പറയാത്ത ഒരാളോട് പോലും, തൻ്റെ ഭൃത്യനോട് പോലും എന്ന് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പടച്ചതല്ല. നമ്മുടെ മരണമെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ളതല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഇന്നേ ദിവസം നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ യുവത്വം, നമ്മുടെ ആരോഗ്യമുള്ള സമയം, നമ്മുടെ സമ്പത്ത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. അതുപോലെ തന്നെ കഴിഞ്ഞുപോയൊരു വർഷം സൂചിപ്പിച്ചല്ലോ, എല്ലാ സങ്കടങ്ങൾക്കും പ്രതീകമായി പാപ്പാഞ്ഞിയെ കത്തിച്ചു, രൂപം കത്തിച്ചു. എല്ലാ പ്രയാസങ്ങൾക്കും പ്രതീകമായി അതിനെ കോലം കത്തിച്ചപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരുപാട് നന്മകളും തിന്മകളും ചെയ്തിട്ടുണ്ട്. ആ തിന്മകൾ അതിനെ കഴുകിക്കളയാതെ, അതിനെ വൃത്തിയാക്കാതെയാണ് നമ്മൾ നമ്മുടെ 2025 എന്ന കണക്ക് പുസ്തകം നമ്മൾ മടക്കി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് അതിന് ഖേദിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പുതിയ വർഷം, കഴിഞ്ഞുപോയ വർഷം നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ തുടക്കം, നന്മയിലുള്ള തുടക്കത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أوصيكم إياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കാണ്, യാ റസൂലല്ലാഹ് മൻ ഖൈറുൻ നാസ്,
ജനങ്ങളിൽ നല്ലവൻ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാ റസൂലെ? റസൂൽ പറഞ്ഞു കൊടുക്കാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരാൾക്ക് ദീർഘായുസ് കിട്ടിയിട്ട് അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ എന്തിനാ നമുക്കൊക്കെ ആയുസ്? നമുക്കെന്തിനാണ് 50, 60, 70 ആയുസ്? എന്തിനായിരിക്കും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് വേണ്ടി തന്നത്? എന്നിട്ട് അതുപോലെ തന്നെ സ്വഹാബി ചോദിക്കുന്നുണ്ട്, ഫഅയ്യുന്നാസി ഷർറ്, ഏറ്റവും മോശപ്പെട്ട ആൾ ആരാ നബിയെ? അപ്പം നബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഖാല മൻ താല ഉംറുഹു വസാഅ അമലുഹു. ഇതേപോലെ തന്നെ ദീർഘായുസ് കിട്ടിയിട്ട് നന്മ ചെയ്യാതെ മോശപ്പെട്ട സംഗതികൾ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും മോശപ്പെട്ട ആള് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം, ഒരു പുതിയ വർഷത്തിൻ്റെ 2ാമത്തെ ദിവസം എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഷം നന്മയിൽ ഉപയോഗപ്പെടുത്തുക നമ്മൾ ശ്രദ്ധിക്കുക. മനസ്സിലാക്കിയ പോലെ എപ്പോഴാണ് നമ്മുടെ അവധിയെന്നും എപ്പോഴാണ് ഈ നശ്വരമായ ദുനിയാവിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരിക എന്നറിയാത്ത സ്ഥിതിക്ക് ദുനിയാവ് നല്ലതിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. 5 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒന്നാമത്തേത്, ശബാബക ഖബ്ല ഹറമിക്. നിന്റെ യുവത്വം, വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം നീ നന്മയിൽ ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാം, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം കഴിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ ആളുണ്ടാകും. തൻ്റെ ജോലി കഴിഞ്ഞ് തൻ്റെ മക്കളെ കെട്ടിച്ചിട്ട് പേരക്കുട്ടികളോടൊപ്പമൊക്കെ കഴിഞ്ഞ് ഒരു പണിയും വേലയും കൂലില്ലാതെ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ പള്ളിക്കും അതുപോലെ തന്നെ മദ്രസിനൊക്കെ വരാൻ തോന്നും. അതല്ല വേണ്ടത്. വശബാബിക്ക്, നിന്റെ യുവത്വമാണ് പഠിച്ചവന് വേണ്ടി. നമുക്കറിയാം, ഒരു പശു ഏറ്റവും കൂടുതൽ പാല് തരിക അതിൻ്റെ യുവത്വ കാലഘട്ടത്തിലാണ്. ഒരു തെങ്ങ്, അതല്ലെങ്കിൽ ഒരു മരം, ഫലം കായ്ക്കുന്ന ഒരു മരം ഏറ്റവും കൂടുതൽ ഫലങ്ങൾ തരിക അതിൻ്റെ യുവത്വ കാലഘട്ടത്തിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മുടെ യുവത്വമാണ് പടച്ച റബ്ബിന് ആവശ്യം. നമ്മുടെ കുട്ടിക്കാലോ അതല്ലെങ്കിൽ ആരാരുമില്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കപ്പെടുന്ന ആ വാർദ്ധക്യ കാലഘട്ടമോ അല്ല. അതുകൊണ്ട് നമ്മുടെ യുവത്വം നന്മയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വസിഹതിക ഖബ്ല സഖമിക്, നമ്മുടെ ആരോഗ്യം, രോഗം വന്ന് ആശുപത്രി കിടക്കയിൽ ബാത്റൂമിലേക്ക് പോകാൻ 2 ആളെ സഹായം തേടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒന്ന് മറിയാനോ ഒന്ന് തിരിയാനോ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥയിലല്ല നമ്മൾ പടച്ചോന് ശുക്ർ ചെയ്യേണ്ടത്, നമ്മൾ നന്മ ചെയ്യേണ്ടത്. അപ്പോഴല്ല നമ്മുടെ തലക്കണ്ണിക്ക് ചോട്ടിൽ നമ്മൾ സൂക്ഷിച്ച സമ്പത്ത് ദാനം ചെയ്യേണ്ടത് അപ്പോഴല്ല. നമ്മൾ ആരോഗ്യവാനായി വളരെ തുള്ളിച്ചാടി നടക്കുന്ന, നമ്മുടെ സിരകളിലൂടെ തിളച്ച രക്തമൂറുന്ന സമയത്ത് നമ്മൾ നന്മയിൽ മുന്നേറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വഗിനാക ഖബ്ല ഫഖ്രിക, സമ്പത്ത്, പൈസ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയുന്ന പോലെ ഇന്ന് വരും നാളെ പോകും, ശരിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കയ്യിലുള്ളവരാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. നമ്മളുള്ള സമയത്ത്, നിന്റെ സമ്പത്തുള്ള സമയത്ത് നിന്റെ സമ്പത്ത് നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വഫറാഗക ഖബ്ല ശുഗുലിക, നീ തിരക്കിലാകുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ നിന്റെ ഒഴിവ് സമയം എന്തിന് ചെലവഴിച്ചു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുപോലെ തന്നെ വഹയാതിക ഖബ്ല മൗതിക, നമ്മുടെ ജീവിതം തന്നെ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എന്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തി, എവിടെയെല്ലാം നമ്മൾ നല്ലത് ചെയ്തു, എന്തെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു, എന്തെല്ലാമാണ് നീ മരിക്കുന്നതിന് മുമ്പ് നല്ലതിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു ദിവസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക,
നല്ല ഒരു ദിവസമായിട്ട് നമ്മൾ തീരുമാനമെടുക്കുക. നല്ല വഴിയിൽ നല്ലത് ചെയ്ത്, അഥവാ സന്തോഷങ്ങൾക്കെതിരല്ല ഇസ്ലാം, ആഘോഷങ്ങൾക്ക് എതിരല്ല ഇസ്ലാം, ഹലാലിന് എതിരല്ല ഇസ്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമായത് നമ്മൾ ഉപയോഗിക്കാതെ ഹലാലായ എല്ലാ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം മറക്കാതെ വരാനിരിക്കുന്ന ഒരു ദിവസത്തെ ആത്യന്തികമായ അവസാനിക്കാത്ത അന്ത്യമില്ലാത്ത ഒരു ദിവസത്തെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷം വരും ദിവസങ്ങൾ നമ്മൾ നന്മയുടെ പാതയിൽ നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ സുബ്ഹാനെ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെ കടം നീ ദൂരീകരിച്ച് കൊടുക്കണേ സുബ്ഹാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ സുബ്ഹാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖളിയൽ ഹജാത്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين.